Module 2 syllabus. Measurement of power, energy, digital energy meters, current and potential transformers, extension of range using instrumental transformers, Hall effect multipliers. ഇത്രയാണ് നമ്മുടെ സിലബസ് മോഡ്യൂൾ 2-ലെ KTU-S3 മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മോഡ്യൂൾ 2-ലെ സിലബസ് ആണിത്. അപ്പം നമ്മൾ ഫസ്റ്റ് മെഷർമെൻറ്റ് ഓഫ് പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പവർ ഇൻ DC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. AC സർക്യൂട്ടിലെ VI cos phi is the power factor. ഒരു മെഷർമെൻറ്റ് ഓഫ് പവറിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാം വാട്ട് മീറ്റർ ആണ്. സോ ടു മെഷർ ദ ഇലക്ട്രിക്കൽ പവർ ഇൻ വാട്ട്സ് ഓഫ് എനി സർക്യൂട്ട് we are using an electrical instrument called a wattmeter. Consists of two coils, fixed coil and current coil and voltage coil. Current coil series connection ആണ്, voltage coil parallel കണക്ഷനിലാണ് ഉപയോഗിക്കുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്. ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് AC-യും DC പവറും അതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. The instrument whose working depends on the reaction between the magnetic field of moving and fixed coil is known as electrodynamometer wattmeter. What is electrodynamometer wattmeter എന്ന് ചോദിച്ചാൽ എഴുതാവുന്ന കാര്യമാണ്. രണ്ട് മൂവിങ് കോയിലിൻ്റെയും ഫിക്സഡ് കോയിലിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിയാക്ഷനെയാണ് അതിൻ്റെ വർക്കിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിയാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മൂവിങ് ആൻഡ് ഫിക്സഡ് കോയിൽ എന്നുള്ളതാണ് ഇലക്ട്രോഡൈനാമോമീറ്റർ വാട്ട്മീറ്റർ എന്നുള്ളത്. ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോഡൈനാമോമീറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ തിയറി എന്താണെന്ന് വെച്ചാൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. ദിസ് മെക്കാനിക്കൽ ഫോഴ്സ് ഡിഫ്ലെക്ട്സ് ദ പോയിന്റർ വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ ദ കാലിബ്രേറ്റഡ് സോഴ്സ് സ്കെയിൽ. നമ്മൾ ആദ്യം പറയുന്നത് എല്ലാത്തിനകത്തും ഈ മാഗ്നറ്റിക് ഫീൽഡുള്ള എല്ലായിടത്തും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ഫോഴ്സ്. ഈ മെക്കാനിക്കൽ ഫോഴ്സ് പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഒരു വെച്ചേക്കുന്ന ഒരു കാലിബ്രേറ്റഡ് സ്കെയിലിൽ മൗണ്ട് ചെയ്തേക്കുന്ന ഒരു കാലിബ്രേറ്റഡ് സ്കെയിലുണ്ട്. നമുക്കത് ഇവിടെ പിക്ചറിനകത്തുണ്ട്, കണ്ടോ, വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ എ കാലിബ്രേറ്റഡ് സ്കെയിൽ എന്നും പറഞ്ഞു. So it contains two coils, one fixed coil and two coils, one fixed coil and one moving coil. ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത് കറണ്ട് കോയിലും മൂവിങ് കോയിൽ എന്ന് പറയുന്നത് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്ന് പറയാൻ പറ്റും. ഫിക്സഡ് കോയിൽ ക്യാരി കറണ്ട്. ഫിക്സഡ് കോയിൽ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ മൂവിങ് കോയിൽ വോൾട്ടേജ് ആണ് കറണ്ട് ക്യാരി. മൂവിങ് കോയിൽ ക്യാരി ചെയ്യുന്നത് കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സപ്ലൈ വോൾട്ടേജ്. അതാണ് മൂവിങ് കോയിൽ ക്യാരി ചെയ്യുന്നത്. സീരീസ് ആയിട്ടാണ് ഫിക്സഡ് കോയിൽ, മൂവിങ് കോയിൽ പാരലലായിട്ടാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫിക്സഡ് കോയിൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ് കൺസിഡേർഡ് ആസ് കറണ്ട് കോയിൽ ബിക്കോസ് ലോഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഫോർ മേക്കിംഗ് കൺസ്ട്രക്ഷൻ ഈസി. ഫിക്സഡ് കോയിൽ ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. കൺസ്ട്രക്ഷൻ്റെ ഈസിക്ക് വേണ്ടി ഫിക്സഡ് കോയിലിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. The fixed coil produces uniform electric field which is essential for the working of the instrument. The current coil of the instrument is designed to carry the current of approximately 20 amps for saving power. പവർ സേവ് ചെയ്യാൻ വേണ്ടി 20 ആംപിയർ കറണ്ടാണ് കറണ്ട് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ ഡിസൈൻ ചെയ്യുന്നത്. മൂവിങ് കോയിൽ പാരലലായിട്ടാണ് വിത്ത് ദ സപ്ലൈ വോൾട്ടേജ്. ദ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സപ്ലൈ വോൾട്ടേജ്. ദ പോയിന്റർ മൗണ്ട്സ് ഓൺ ദ മൂവിങ് കോയിൽ. മൂവിങ് കോയിലിലാണ് പോയിന്റർ മൗണ്ട് ചെയ്തേക്കുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ദ പോയിന്റർ സ്പ്രിംഗ് കൺട്രോളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിലിംഗ്. കറണ്ട് ഈ കോയിൽ വഴി ഫ്ലോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഈ കറണ്ടിൻ്റെ ഫ്ലോ കാരണം കൺട്രോൾ ചെയ്യുന്നത് റെസിസ്റ്ററിൻ്റെ ഹെൽപ്പോടെയാണ് വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ മൂവിങ് കോയിൽ. റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട് മൂവിങ് കോയിലിൽ. അതാണ് കറണ്ട് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് കാണാം ഇവിടെ മൂവിങ് കോയിൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ. 2 ഫിക്സഡ് കോയിൽസ് ഡിവൈഡഡ് ഇൻ 2 halves കാണാം. പോയിന്റർ കാണാം, കാലിബ്രേറ്റഡ് സ്കെയിൽ കാണാം, സപ്ലൈ വോൾട്ടേജ്, ലോഡ് ഇത്രയും കാണാം. കൺട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ കൺട്രോൾ സിസ്റ്റമാണ് ഒരു കൺട്രോൾ സിസ്റ്റം പ്രൊവൈഡ്സ് ദ കൺട്രോളിംഗ് ടോർക്ക് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. 2 ടൈപ്പ് കൺട്രോൾസ് ഉണ്ട്. ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോൾ എന്ന് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ 2 എണ്ണത്തിൽ
ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റമാണ്. ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഡാമ്പിംഗ് ഉപയോഗിക്കുന്നത്. ഈ വാട്ട് മീറ്റർ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിൽ ഡാമ്പിംഗ് ടോർക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. Damping, other type of damping are not used in this system because they destroy useful magnetic flux. മറ്റൊരു ഡാമ്പിങ്ങും അല്ലാതെ എഡി കറണ്ട് ഡാമ്പിങ്ങും അങ്ങനെയുള്ളതൊന്നും നമ്മളിവിടെ ഉപയോഗിക്കത്തില്ല. കാരണം അത് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിസ്ട്രോയ് ചെയ്യും. സ്കെയിൽസ് ആൻഡ് പോയിൻ്റർ പറയുവാണെങ്കിൽ ലീനിയർ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. മൂവിങ് കോയിൽ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് പറയുവാണെങ്കിൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിന് 2 കോയിലുണ്ട്, ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും. വർക്കിംഗ് പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടെ പറഞ്ഞ് ബോറടിപ്പിക്കണമെന്നില്ല, എന്നാലും കുറയ്ക്കാം. ഫിക്സഡ് കോയിൽ സീരീസ് കണക്ഷൻ ചെയ്യുന്നത് പവർ കൺസപ്ഷൻ ഈസ് ടു ബി മെഷേർഡ്. ഫിക്സഡ് കോയിലിൽ പവർ കൺസപ്ഷൻ മെഷർ ചെയ്യുന്നു. സപ്ലൈ വോൾട്ടേജ് അപ്ലൈസ് ടു ദ മൂവിങ് കോയിൽ. ദ റെസിസ്റ്റർ കൺട്രോൾസ് ദ കറണ്ട് അക്രോസ് ദ മൂവിങ് കോയിൽ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. ദ പോയിന്റർ ഈസ് ഫിക്സഡ് ഓൺ ദ മൂവിങ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫിക്സഡ് കോയിൽസ്. The current and voltage of fixed and moving coil generates 2 magnetic fields. ഫിക്സഡ് കോയിലിലും മൂവിങ് കോയിലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റും വോൾട്ടേജും 2 മാഗ്നറ്റിക് ഫീൽഡ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. The interaction of these 2 magnetic fields deflects the pointer of the instrument. ഈ 2 മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷനാണ് പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം. This deflection of pointer is directly proportional to the power flows through it. തിയറി പറയുന്നതുകൊണ്ട് ഫസ്റ്റ് ലൈൻ, the deflecting torque is proportional to the load in both DC and AC measurement. ഇനി നമ്മൾ ഇതിൻ്റെ തിയറി പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്കിനെ ഇക്വേഷൻ എഴുതണം. അത് കഴിയുമ്പോൾ ഈ പടം വരച്ച് വെക്കണം. അത് കഴിയുമ്പം IP എന്നാണെന്ന് നോക്കണം. IP എന്നാണ്, IC എന്താണ്, അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IP ഫസ്റ്റ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD എന്നാണെന്ന് കണ്ടുപിടിക്കുക. കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് പൊസിഷനിൽ രണ്ടും ഈക്വൽ ആകുമ്പോൾ എന്താണ് കിട്ടുന്നത്. ഇത്രയുമാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഈ തിയറി പറയുന്നത് അതാണ്. The instantaneous torque act on the pointer of the wattmeter. Equation TI is equal to IC IP dm by d theta. IC എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിൽ കറൻറ്റും IP എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിൽ കറൻറ്റും. dm by d theta എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ തീറ്റയാണ് dm by d theta. അപ്പോൾ അടുത്തത് എന്താണ് പറഞ്ഞത്, IP എന്നാണ് നോക്കണം. IP എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ. IP ഇസ് ഈക്വൽ ടു V by RP. ഈ പടം വരച്ച് വെക്കണം. IP ഇസ് ഈക്വൽ ടു V by RP. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 V by sin omega t. √2 V sin omega t ആണ്. അപ്പം ആ V താഴത്തെ RPയും കൂടെ കൂട്ടി V by RP, അതിനെ IP എന്നാക്കും, ക്യാപിറ്റൽ IP. സോ IP is equal to √2 ക്യാപിറ്റൽ IP sin omega t എന്നാവും പ്രഷർ കോയിൽ. എപ്പോഴാണ്? when pressure coil is purely resistive, then their current is in phase with the voltage. അതാണ് ഈ ഇക്വേഷൻ പറയുന്നത്. പ്രഷർ കോയിൽ പ്യുവർലി റെസിസ്റ്റീവ് ആകുമ്പോൾ കറണ്ട് വോൾട്ടേജിൻ്റെയും ഫേസ് സെയിം ആയിരിക്കും. If the current coil lag by a voltage in phase angle phi, the current through the current coil is given as IC is equal to √2 sin omega t minus phi. കറണ്ട് കോയിൽ വോൾട്ടേജിനെ ഫേസ് ആംഗിളിന് ലാഗ് ചെയ്യുവാണെങ്കിൽ സൈൻ ഒമേഗ ടി എന്നുള്ളത് സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് എന്നാവും. അതാണ് IC ആയതുകൊണ്ട് വെറും I ആണ്. IC എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ക്യാപിറ്റൽ IC എന്ന് വേണം എഴുതാം, അല്ലെങ്കിൽ I എന്ന് എഴുതിയാലും മതി. √2 I സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? √2 TC ഇസ് ഈക്വൽ ടു TI is equal to IC IP dm by d theta. ഇവിടെ IC IP കിട്ടിയിട്ടുണ്ട്. IC IP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് √2 ആകുമ്പോൾ 2 ആകും.
Sin omega t into sin omega t minus phi. Sin A sin B യുടെ ഫോർമുല that is cos A plus B minus cos A minus B. cos A plus B ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാവും. അങ്ങനെ ചെയ്യുമ്പോൾ IPI cos phi മൈനസ് cos 2 omega t മൈനസ് phi ഇൻറ്റു dm ബൈ d തീറ്റ. ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD. ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്കാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. അത് കഴിയുമ്പോൾ ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD എന്ന് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രൽ TI d omega t is equal to IPI cos phi dm by d theta. IPI it is equal to VI by RP cos phi dm by d theta. Controlling torque exerted is equal to അത് കഴിയുമ്പോൾ കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് TC is equal to K theta. ബാലൻസ് പൊസിഷനിൽ TC is equal to TD. So K theta is equal to VI by RP cos phi dm by d theta. Theta is equal to VI by RP into K into cos phi dm by d theta. Theta is equal to RP 1 by RP K നെ K1 എന്ന് എഴുതും. അപ്പോൾ K1 VI cos phi dm by d theta. VI cos phi എവിടെയോ കണ്ട പോലെ അതിനെ പവറാണ്. അപ്പോൾ K1 ഇൻറ്റു dm by d theta ഇൻറ്റു P എന്നാവും തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പവർ. The scale of the instrument is uniform. അതിനു വേണ്ടിയാണ് ഈ ഉള്ളത് മുഴുവൻ പറഞ്ഞത്. തീറ്റ പ്രൊപ്പോർഷണൽ ടു പവർ അതാവണം. ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട്മീറ്ററിൻ്റെ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ഡ്യൂ ടു പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ്, എറേഴ്സ് ഡ്യൂ ടു പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ്, എറേഴ്സ് ഡ്യൂ ടു പ്രഷർ കോയിൽ കോസ്ഡ് ബിക്കോസ് ഓഫ് കണക്ഷൻസ്, എറേഴ്സ് ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, എഡി കറണ്ട് എറേഴ്സ്, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറേഴ്സ്, ടെമ്പറേച്ചർ എറേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ലോ പവർ ഫാക്ടർ വാട്ട് മീറ്ററും 3 ഫേസ് പവർ മെഷർമെൻറ്റും അടുത്ത വീഡിയോ നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ചത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, അതിൻ്റെ 2 കോയിൽസ്, അത് ഏത് കണക്ഷനാണ്, അതിൻ്റെ ഡയഗ്രാം, പിന്നെ അതിൻ്റെ കൺട്രോളിങ്, ഡാമ്പിങ്, സ്കെയിൽസ് ആൻഡ് പോയിൻറ്റേഴ്സ്, വർക്കിംഗ് തിയറി, ഇത്രയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ബൈ.